നിങ്ങളിപ്പോൾ കാണുന്നതാണ് ട്രാം. ഇത്രയും പഴക്കമുള്ള ട്രാം നിങ്ങൾ കണ്ടിട്ടില്ലെന്ന് എനിക്ക് 100% ഷുവറാണ്. ഓഗസ്റ്റ് 15, 1911 ലോൺസ് അസിസ്റ്റന്റ് മുനിസിപ്പൽ ആദ്യമായിട്ട് ട്രാം സർവീസ് കൊണ്ടുവരുന്നത്. അതിനുശേഷം വൈദ്യുതിയുടെ വരവോട് തന്നെ 11 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഇൻവെർമേ, കിങ്സ് മെഡോസ്, വെസ്റ്റ് ലോൺസ് അസിസ്റ്റന്റ്, മോബറ ഇതുപോലുള്ള എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്തുകൊണ്ടിരുന്ന ട്രാം സർവീസ് ബസ്സിൻ്റെയും കാറിൻ്റെയും വരവിനോട് ശേഷം 13 ഡിസംബർ 1952 കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുകയുണ്ടായി. ഞാനിപ്പോൾ നിൽക്കുന്നത് ലോൺസസ്റ്റൺ ടാസ്മാനിയയിലെ ട്രാം മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലാണ്. സോ ട്രാം ഡീറ്റെയിൽസ് എല്ലാം നമുക്കിപ്പോൾ കാണാം ഈ വീഡിയോയിലൂടെ. സോ ഗൈസ്, ഇത് നമ്മളുടെ ട്രാമിലേക്കുള്ള ടിക്കറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ട്രാമിൽ കയറാൻ പോവാണ്. സോ ഇങ്ങനെ അഡൾട്ട് ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. സോ ഇത് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രാമിൽ കയറാം. നമ്മൾ ഈ ട്രാമിലാണ് കറങ്ങാൻ പോകുന്നത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പം നിൽക്കുന്നത് ലോൺസസിലെ ട്രാം മ്യൂസിയത്തിലാണ്. സോ ട്രാമിൻ്റെ ഒരു പ്രിസർവ്ഡ് മ്യൂസിയം, അതുപോലെ തന്നെ ഒരു റണ്ണിങ് ട്രാം നമ്മളുടെ ഇവിടുത്തെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ലോൺസസ്റ്റൺ സിറ്റി കൗൺസിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ട്രാമിൽ കയറാൻ പോവാണ്. അപ്പം നമുക്ക് എൻജോയ് ചെയ്യാം. ലെറ്റ്സ് ഗോ. സോ നമുക്കിങ്ങനെ ടിക്കറ്റ് ഇത് ഇങ്ങനെ പഞ്ച് ചെയ്ത് തരാം കേട്ടോ. ആ സോ വളരെ അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ അത്. ഞങ്ങളിത് കാണാൻ ഒരു സീസൺ ഉള്ളൊരു ടൈമിലല്ല വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അധികം ആളുകളില്ല. ഞങ്ങൾ ഈ രണ്ടുപേരേ ഉള്ളൂ. പിന്നെ ഈ ഒരു ഡ്രൈവറായിട്ട് ജോലി ചെയ്യാൻ പോകുന്ന ഒരാൾക്ക് അവര് ഒരു ഷാഡോ ഷിഫ്റ്റ് പോലെ വോളണ്ടിയറിങ് കൊടുക്കുവാണ്. അപ്പൊ നമുക്കിവിടെ സീസൺ ആവുന്ന, അതായത് ഇനി സമ്മർ ആകുമ്പോഴത്തേക്ക് ഇതുപോലെ ട്രാം സർവീസുകൾ എപ്പോഴും ഉണ്ടാവും. അപ്പം നോർമൽ ദിവസങ്ങളിലുണ്ട്, പക്ഷെ വിന്ററിലൊക്കെ ആയിക്കുമ്പോഴത്തേക്ക് ഇവിടെ സർവീസുകൾ കുറവാണ്. അപ്പൊ അതിൻ്റെതായ ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ വരുവാണ് ഇതിലൊക്കെ സുഖമായിട്ട് കയറാൻ പറ്റും. നിങ്ങൾക്ക് നല്ല പീക്ക് ടൈം, അതായത് ഡിസംബറിലൊക്കെയാണ് വരുന്നതെങ്കിൽ, ഇവിടുത്തെ സമ്മർ ടൈമിലാണ് വരുന്നതെങ്കിൽ ഇഷ്ടം പോലെ ആളുകൾ ഇതിനകത്തുണ്ടാവും കേട്ടോ. നല്ല കിടിലൊരു സർവീസാണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ട്രെയിൻ എന്ന് പറയുന്ന ഒരു ഭയങ്കര ഫീലാണ്. അപ്പം ട്രെയിനിന്റെ മറ്റൊരു സാധനമാണ് ട്രാം എന്ന് പറയുന്നത്. ഒരു ഭയങ്കര ഫീൽ ഇതിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ നല്ല രസമുണ്ട്. പഴയ ഒരു ട്രെയിൻ ജേർണി ഒക്കെ കിട്ടിയ പോലെ ഉണ്ട്. സോ ഇവരിതിങ്ങനെ മണിയൊക്കെ അടിച്ചാട്ടോ പോകുന്നത്. നല്ല രസമായിട്ട് മണി കാണാൻ. ഈ മുകളിൽ ഒരു വള്ളി കൊടുത്തിരിക്കുന്നതുണ്ടാവും. ഈ ഒരു വള്ളി എന്ന് പറയുന്നത് മണി അടിക്കാനുള്ളൊരിതാണ് കേട്ടോ. ഇവർ പോയി നിൽക്കുകയാണ്. നമ്മളിപ്പം ട്രാമിന്റെ ബാക്ക് സൈഡിലാണ് കേട്ടോ. അപ്പം ഈ ഒരു സ്ഥലത്താണ് ഇത്ര നേരം ട്രാം ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. വെല്ലിംഗ്ടൺ സ്ട്രീറ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളിവിടുത്തെ ഒരു മെയിൻ സ്ട്രീറ്റ് ആയിരുന്നു. അതിലേക്കൂടെ ഈ ട്രാം ലൈൻ ഉണ്ടായിരുന്നത്. നമ്മളുടെ സിറ്റികളെ തമ്മിൽ കണക്ട് ചെയ്യിക്കുന്ന ഒരു മെയിൻ സ്ട്രീറ്റ് ആണ്. അപ്പം ഇതാണോ ട്രാമിന്റെ ഒരു നല്ല രസമുണ്ട് കാണാം കേട്ടോ. ഇതാണ് നമ്മുടെ ഔട്ടർ വിഷ്വൽ കേട്ടോ. ഇത് ഈ സിറ്റിക്ക് അകത്ത് തന്നെ ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് അധികം അങ്ങനെ എന്താ പറയുക, പുറത്തേക്കൊന്നും പോകുന്നൊന്നുമില്ല. ഒരു മ്യൂസിയം അല്ല. അപ്പം അതിങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആൾക്കാർക്ക് വേണ്ടിയിട്ട്. ഇടയ്ക്ക് ഇങ്ങനെ സ്റ്റോപ്പൊക്കെ നിർത്തി നമ്മളെ കാണിക്കുകയൊക്കെ ചെയ്യും. ഇതാണ് ഇതിൻ്റെ മെയിൻ ഓപ്പറേറ്റർ കേട്ടോ. പഴയ കുറേ ബോർഡുകളും പോസ്റ്ററുകളും അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇതിനകത്ത് അവരിങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ മുകളിൽ കാണുന്ന ബൾബ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ലൈറ്റാണ്. അപ്പം നമുക്ക് കുറച്ചൊരു ചൂട് നമുക്ക് ഫീൽ ചെയ്യും. ഓപ്പണായിട്ട് കിടക്കുന്നൊരു സെഷൻ ഉണ്ട്. പക്ഷെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് തണുത്ത കാറ്റടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു. സോ ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്നു. നമുക്കിനി അപ്പുറത്തെ സൈഡിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് മാറിയിരുന്ന് നോക്കാം. ഇവിടെ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. വെൽക്കം ടു യൂണിവേഴ്സിറ്റി ഓഫ് ടാസ്മാനിയ സ്റ്റേഡിയം. ഇതാണ് യൂണിവേഴ്സിറ്റി ഓഫ് ടാസ്മാനിയ സ്റ്റേഡിയം. യുട്ടാസിൻ്റെ സ്റ്റേഡിയമാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ അത്യാവശ്യം റഗ്ബി മാച്ചുകളും ഫുട്ബോൾ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതൊക്കെ ഇവിടെ പ്ലേ ചെയ്യുന്നതാണ്. ഭയങ്കര ഒരു ഫീൽ കേട്ടോ, ഭയങ്കര ഫീല്. ഞങ്ങളിവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു സാധനത്തെ കയറുന്നത് തന്നെ.
സിറ്റിക്കുള്ളിലെ തന്നെ ഒരു ഫൺ എൻ്റർടൈൻമെൻ്റ് ആണ്. സോ ഇത് നമ്മളുടെ കാർ പാർക്കിംഗ് ആണ് കേട്ടോ. അത് കാർ പാർക്കിംഗ് ഫ്രീ അല്ല, നമുക്കിവിടെ വരുമ്പോൾ പെയ്ഡ് ആണ്. നമ്മൾ ഇവിടെ ലോക്കൽസ് ആയിട്ടുള്ള ആളുകളായതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിൽ ഈസി പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു മൊബൈൽ ആപ്പ് ഉണ്ട്. നമ്മൾ അത് വെച്ചിട്ട് നമ്മുടെ കാറിൻ്റെ പാർക്കിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. എൻ്റെ വണ്ടി അവിടെ കിടപ്പുണ്ട്, റെഡ് വണ്ടി. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 hour 2 hour എക്സ്റ്റെൻഡ് ചെയ്യാം. 1 hour കഴിയുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും നിങ്ങൾ അതിൽ കൂടുതൽ ടൈം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ. സോ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പിന്നെയും പാർക്കിംഗ് നീട്ടാൻ പറ്റും. അപ്പം പാർക്ക് ചെയ്യാണ്ട് വന്നു കഴിഞ്ഞാൽ $30 ഫൈൻ ഉണ്ട്. അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ മൊബൈൽ ആപ്പൊന്നും യൂസ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി യൂസ് എന്താ പറഞ്ഞാൽ അവിടുത്തെ പാർക്കിംഗ് ടിക്കറ്റിൻ്റെ ഒരു ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. അതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു കിയോസ്കി സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ പേയ്മെൻറ്റിന് വേണ്ടിയിട്ട്. കോയിനോ നോട്ടോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക്. വാവ്, ഇതൊരു ട്രാം സ്റ്റേഷനാണ് കേട്ടോ. നൈസ് സ്റ്റേഷൻ, സൂപ്പർ. നമ്മളിനി വന്ന വഴി തിരിച്ചു പോവാണ് കേട്ടോ. സോ ഡ്രൈവർ ആയിട്ടുള്ള ആൾ അപ്പുറത്തെ സൈഡിലേക്ക് മൂവ് ചെയ്യുകയാണ്. സോ ഇനി അവിടുന്ന് തിരിച്ച് നമ്മൾ പോകും. നൈസ്. ഇത് നമ്മളുടെ ക്യൂൻ വിക്ടോറിയ മ്യൂസിയം ആണ് കേട്ടോ. അപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രാം മ്യൂസിയം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അടുത്തതിലാണ് കയറാൻ പോകുന്നത്. സോ ലെറ്റ്സ് എൻജോയ് റോക്ക്. നമ്മളിതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കുട്ടികളായിട്ട് വരുന്ന ആളുകൾ കുട്ടികളെ അക്കമ്പനി ചെയ്ത് വേണം ഇതിനകത്ത് കയറാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർ കയറ്റാൻ സമ്മതിക്കത്തില്ല. പിന്നെ കുട്ടികൾ ഇതിനകത്തോട് കളിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവർ ബ്രേക്ക് ചവിട്ടുന്ന, അതായത് പല സ്റ്റോപ്പുകളും ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകില്ല. കണ്ടിന്യൂസ് ആയിട്ട് പോയിട്ട് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കണ്ടോ തന്നെ അങ്ങനെയാണ് ഈ ഒരു ട്രാമിൻ്റെ റൂട്ട് മാപ്പ് തന്നെ. അപ്പോൾ വണ്ടി ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് അഡൽട്സ് ആണെങ്കിലും കിഡ്സ് ആണെങ്കിലും വീഴും. അപ്പം വീഴാണ്ടിരിക്കാനും നിങ്ങൾ ഇഞ്ചുറി ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇരുന്ന് മാത്രമേ ട്രാവൽ ചെയ്യാവുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സീറ്റ് മാറിയത് ഓരോ പ്രാവശ്യം ഒരു ബ്രേക്ക് ചവിട്ടുന്ന സമയത്താണ് മാറിക്കൊണ്ടിരുന്നത്. നമ്മളത് മുകളിൽ പിടിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ബി വെരി കെയർഫുൾ. പിന്നെ ഭയങ്കര ഒരു നല്ലൊരു ഫണ്ണാണ് കേട്ടോ. ഭയങ്കര ഒരു സൂപ്പർ ഒരു ദിവസം ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ ഒരു മ്യൂസിയം എന്നൊക്കെ പറഞ്ഞാൽ. ഒരു പ്രാവശ്യം കാണാം, നല്ല രസമാണ്. ഒരു പഴയ പ്രിസർവ്ഡ് ആയിട്ടുള്ളൊരു സംഭവമല്ല. അപ്പോൾ അത് നമ്മളുടെ ഇവിടുത്തെ ഒരു ലോൺസസിൻ്റെ ഹിസ്റ്ററിയിലുള്ള വലിയൊരു കാര്യമാണ്. ഞങ്ങൾ ഈ ഒരു ട്രാമിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മുടെ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കിടന്നു. അപ്പം മ്യൂസിയം കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇവിടെ ഒത്തിരി കാര്യങ്ങൾ ഇവിടുത്തെ 1911 തൊട്ട് 1952 വരെയുള്ള എല്ലാ ഹിസ്റ്ററികളും ഇവരുടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ വീഡിയോ ഡിസ്പ്ലേയും അതുപോലെ തന്നെ ഫോട്ടോ ഡിസ്പ്ലേയും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇവിടെ വന്ന് തീർച്ചയായിട്ടും കാണാവുന്നതാണ്. ലോൺസിസ്റ്റൺ മ്യൂസിയത്തിൽ ഫ്രീ എൻട്രി ആണ്. പക്ഷേ നമ്മൾ ട്രാമിൽ കയറണമെങ്കിൽ അതിൻ്റെ റേറ്റ് ഞാൻ വീഡിയോയുടെ ആദ്യം കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് അടിച്ച് കണ്ടു നോക്കാം കേട്ടോ. ഇത് നമ്മുടെ ലോൺസിസ്റ്റൻ്റെ ഏരിയൽ മാപ്പാണ് കേട്ടോ. 1992 ഏരിയൽ മാപ്പാണ്. അപ്പോൾ അത് പ്രകാരം ട്രാമിൻ്റെ റൂട്ട്സ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഈ റെഡ് ഡോട്ട് വരച്ചിട്ടുള്ളതാണ് റൂട്ട്സ് കേട്ടോ. ചേഞ്ചിങ് ദ ഫേസ് ഓഫ് സിറ്റി. ട്രാമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് 1911 ഒരു ഫോട്ടോയാണ് കേട്ടോ. ലോൺസിസ്റ്റൻസ് ബിഗ്ഗസ്റ്റ് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് commenced in Patterson Street with laying of track for the city's new tramway. ഇത് 2010 എനിക്ക് തോന്നുന്നത് ട്രാം പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ റെഡിയാക്കിയതാണെന്ന് എനിക്ക് തോന്നുന്നു. ഹൊബാർട്ടിന് ശേഷം ടാസ്മാനിൽ ഇലക്ട്രിക്കൽ ട്രാം സർവീസ് വരുന്നത് ലോൺസിസ്റ്റണിലാണ്. അത് ലോൺസിസ്റ്റണിൽ ഒരു പവർ സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. അതിനോടനുബന്ധിച്ച് തന്നെയാണ് ഇലക്ട്രിക്കൽ ട്രാമുകൾ ലോൺസിസ്റ്റണിൽ വളരെ സീരിയസ് ആയിട്ട്
റൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. അത് ഈ ലോൺസിസ്റ്റണിലെ സർവീസുകൾ, അതായത് ചെറുകിട കച്ചവടം തൊട്ട് വൻകിട എല്ലാ കച്ചവടക്കാരെയും ഹെൽപ്പ് ചെയ്തത് ഈ ഒരു ട്രാം സർവീസായിരുന്നു. അതിനുശേഷമാണ് ബസ് സർവീസും കാറും വന്നത്. ആൾക്കാർ മോഡേൺ സർവീസുകൾ ഇഷ്ടപ്പെടാൻ തുടങ്ങിയപ്പം ട്രാം കുറച്ച് സ്ലോ ആയിപ്പോയി. അതുകൊണ്ട് ഇതുപോലുള്ള ട്രാം സർവീസുകൾ സ്റ്റോപ്പ് ചെയ്യുകയുണ്ടായി 1952. അപ്പോൾ അതിനുശേഷം റീസ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ട്രാമാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. ഇത് റീസ്റ്റോർ ചെയ്യാണ്ട് ആൾക്കാർ ഉപേക്ഷിച്ചൊരു ട്രാമാണ്. അപ്പം ഇതിന് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ കുറേ അധികം കാര്യങ്ങൾ താഴെ ഒരു ബോക്സിൽ എഴുതി വെച്ചിട്ടുണ്ട്, എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നൊക്കെ. അപ്പം ഞാൻ ഇവിടുത്തെ ഒരു സ്റ്റാഫിൻ്റെ അടുത്ത് ചോദിക്കുകയുണ്ടായി എന്താണ് ഈ ഒരു ട്രാം സർവീസിന് പറ്റിയത് എന്ന്. അപ്പോൾ ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്ത പോലെ ഇങ്ങനെ ബസ്സും കാറും വന്നതുകൊണ്ട് തന്നെ ട്രാം സർവീസുകൾ സ്റ്റോപ്പായിപ്പോയി. അപ്പം അതിനുശേഷം എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ട്രാമുകൾ ഗവൺമെൻറ് ലേലത്തിൽ വെക്കുകയും ഇവിടുത്തെ ആളുകൾ അത് വാങ്ങിക്കുകയും അപ്പം ചിലരുടെ വീടാക്കി, ചിലർ ക്ലിനിക്കാക്കി, ചിലരുടെ വർക്ക് സ്പേസ് ആക്കി, അങ്ങനെ പല രീതിയിലുള്ള ഉപയോഗങ്ങളായിരുന്നു ട്രാം. അതിനുശേഷമാണ് ഇതൊരു നൊസ്റ്റാൾജിക് തിങ് ആണെന്ന് ആൾക്കാർക്ക്, അതായത് ഇവിടുത്തെ കൗൺസിലിന് മനസ്സിലാകുകയും അങ്ങനെ അവർ കുറച്ച് ട്രാമുകൾ ഇവിടെ റീസ്റ്റോർ ചെയ്ത് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ട്രാമിൻ്റെ ഒരു സ്റ്റേഷൻ പോലെ, അതായത് നമ്മുടെ ബസ്സിൻ്റെ കാത്തിരിപ്പ് കേന്ദ്രം പോലെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് ഇവിടുത്തെ ആൾക്കാരെ കാണിക്കാൻ, അതായത് വരും തലമുറയെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവരിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുകളിൽ സീൽഡ് ആയിട്ടുള്ളൊരു റൂമാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ തണുപ്പിൻ്റെ സമയത്തൊക്കെ ഈസി ആയിട്ട് അകത്ത് നിൽക്കാൻ പറ്റും. വലിയ തണുപ്പിൻ്റെ പ്രശ്നമൊന്നും വരത്തില്ല. കുറേ അധികം ഫോട്ടോസും കാര്യങ്ങളും അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പം എനിക്ക് തോന്നുന്നു ലോൺസിസ്റ്റൺ ഓസ്ട്രേലിയയുടെ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സിറ്റി തന്നെയാണ് എന്നാണ് ഇവരിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത് തന്നെ. സോ ഒത്തിരി മെമ്മറികളും ഹിസ്റ്ററികളും ഉള്ളൊരു സ്ഥലമാണ് ലോൺസിസ്റ്റൺ. അപ്പം നിങ്ങൾ തുടർന്ന് കാണുക. സോ ഗൈസ്, നമ്മളിപ്പം ലോൺസിസ്റ്റൺ ട്രാം മ്യൂസിയത്തിൻ്റെ ഉള്ളിലാണ്. നമ്മളിപ്പോൾ ട്രാമിൻ്റെ ആ ഒരു റൈഡൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഇവരിവിടെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ലോൺസിസ്റ്റൻ്റെ ഹിസ്റ്ററിയിലുള്ള കുറേ അധികം കാര്യങ്ങൾ. ഇതുണ്ട്, കണ്ടക്ടർ, ഇൻസ്പെക്ടർ, ഡ്രൈവർ, ടിക്കറ്റ് ചെക്കർ എന്നൊക്കെ പറഞ്ഞിട്ട് പല തരത്തിൽ ജോലി ചെയ്യുന്ന പല പൊസിഷനിലുള്ള ആളുകളുടെ ക്യാപ്പുകളിലൂടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ടിക്കറ്റ് ഇങ്ങനെ കൈ പിടിച്ചിരിക്കുന്ന ഒരു കൈയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ട്രാമിൻ്റെ ആ ഒരു സ്പീഡും ഡയറക്ഷൻസൊക്കെ നോക്കുന്ന ഒരു കൺട്രോൾ ഹാൻഡിലറാണ്. അതൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടോ. ഭയങ്കര ഭംഗിയായിട്ട് ഇവരത് പ്രിസർവ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇതിങ്ങനെ ബട്ടൻ്റെ, അപ്പോൾ അതായത് ഈ ബട്ടൺ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവരുടെ വോട്ടിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കും. അത് ഇവരുടെ ജോലിയുടെ ഒരു ഡിഗ്നിറ്റി അനുസരിച്ചിട്ടാണ് അതിൽ കൊടുക്കുന്നത്. പിന്നെ ഇങ്ങനെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. യൂണിഫോമിൽ ഇങ്ങനെ ബാഡ്ജ് പോലെ കൊടുക്കുന്ന നമ്പേഴ്സുണ്ട്. പിന്നെ പല പല കാര്യങ്ങളുണ്ട്. കുറേ പഴയ കോയിൻസ് വെച്ചിട്ടുണ്ട്. ആ ഒരു കോയിന് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കോയിൻ വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ മെക്കാനിക്കൽ തിങ്സ്, ഇങ്ങനെ ഈ എന്താ പറയുക, നമ്മുടെ പലതരത്തിലുള്ള സാധനങ്ങൾ, മെക്കാനിക്കലായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അതിനുള്ളിൽ 2 ആൾക്കാർ ഇരിപ്പുണ്ട്. അതുകൊണ്ട് അതിനകത്ത് 2 ആൾക്കാർ ഇരിപ്പുണ്ട്. അവിടെ ഇരുന്നിട്ട് അവരുടെ ഫ്രീ ടൈമിൽ, അതായത് അവരുടെ റെസ്റ്റ് ടൈമിൽ അവർ കോഫിയൊക്കെ കുടിച്ച് കാർഡൊക്കെ പ്ലേ ചെയ്യുന്ന ഒരു വിഷ്വലാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് ഇവരുടെ യൂണിഫോമാണ്, ഒരു കണ്ടക്ടറിൻ്റെ യൂണിഫോമാണ്. നിങ്ങളുടെ ഫ്രണ്ടിൽ കാണുന്ന നമ്പർ 60 എന്നൊക്കെ എഴുതിയൊരു ബട്ടണൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ അധികം സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഈ ഒരു ചെയർ എന്ന് പറയുന്നത് ഇത് ഇവിടുത്തെ ട്രാമിൻ്റെ ചെയറിൻ്റെ സ്ക്രാപ്പ് വെച്ചിട്ട് അവർ ബിൽഡ് ചെയ്തിരിക്കുന്നൊരു ചെയറാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വർക്കിംഗ് ഓൺ ട്രെയിൻസ്, കണ്ടക്ടേഴ്സ് ഒക്കെ ഇങ്ങനത്തെ കുറേ പഴയ വീഡിയോസൊക്കെ ഇവരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഭംഗിയായിട്ട് അത് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നുള്ളതാണ് കേട്ടോ. പിന്നെ അവരുടെ ഒരു റെഗുലേഷൻസ് 13 അതൊരു ബുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളൊരു ഇതുണ്ട്. സോ ഗൈസ്, ഇവിടെ ഒരു പഴയ ഒരു ട്രാമിൻ്റെ ഒരു സെറ്റിൽ അവർ കുറച്ച് കാര്യങ്ങൾ എക്സിബിഷൻ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ഇവിടെ ഇങ്ങനെ കുറേ പഴയ ഫോട്ടോകളും കാര്യങ്ങളും ഒക്കെ അവരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലോ റൂഫാന്ന് ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. കാരണം പൊക്കം കൂടുതലുള്ള ആൾക്കാർക്ക് തലയിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ലോ സീലിംഗ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ ഫോട്ടോയും കാര്യങ്ങളും ഉണ്ട്. 1958 ട്രാം ഫോഴ്സ് ഫോർച്യൂൺ ടു ഗ്രൗണ്ട്
എന്നൊക്കെ പറഞ്ഞ് കുറേ ലോങ് ഫോൾഡ് മോട്ടർ റേസിംഗ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഡീറ്റെയിൽസ് ആണ്, നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് വായിച്ചിട്ട് മനസ്സിലാക്കാം. ഞാൻ ഒത്തിരി വലിച്ചു നീട്ടി പറയുന്നില്ല കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളത്. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കണ്ട് എൻജോയ് ചെയ്യാം കേട്ടോ. ട്രാം 14 എന്ന് പറഞ്ഞിട്ടൊരു ട്രാം ഉണ്ടായിരുന്നു. ഇറ്റ്സ് റിട്ടേൺ ഫ്രം കേമ്പിൾ ടൗൺ. ആ ഒരു ട്രാമിൽ നിന്നും ഇതുണ്ടോ, ട്രാമത്തെ ഇങ്ങനെ ഒരു ലോറിയിൽ കയറ്റിയിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ ആ ട്രാമിൽ നിന്നും കിട്ടിയ കുറേ റബ്ബിഷുകൾ അവരിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊരു ടെന്നീസ് ബോളൊക്കെ വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. കൊള്ളാം കേട്ടോ. ഈ താഴെ കാണുന്ന ട്രാമിൻ്റെ എൻജിനാണ് കേട്ടോ. ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പഴയ മോട്ടോർ സെറ്റപ്പിലുള്ളൊരു എൻജിനാണ്. അപ്പോൾ അതാണ് നിങ്ങളിത് ഇവിടെ കാണുന്നത്. ക്രോംപ്ടൺ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ എൻജിനാണ്. നൈസ്. ഇതിവിടെ ഒരു കുറേ TV വിഷ്വൽ വെച്ചിട്ടുണ്ട്. അപ്പം ഒഫീഷ്യൽ ഓപ്പണിംഗ് ലോൺസെസ്റ്റൺ മുനിസിപ്പൽ ട്രാം വേസ് 16 ഓഗസ്റ്റ് 1911. അത്രയും പഴക്കമുള്ള ഒരു സംഭവമാണ് ഇവിടുത്തെ ട്രാം എന്ന് പറയുന്നത്. സോ അങ്ങനെ ഞങ്ങൾ ട്രാം മ്യൂസിയത്തിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പം ഇവിടെ കുറേ പഴയ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ കണ്ടു. നല്ല രസമായിരുന്നു. അപ്പം നമ്മളുടെ ട്രെയിൻ ടിക്കറ്റിന്, അതായത് ട്രാമിൻ്റെ ആ ഒരു ടിക്കറ്റ് ഫെയർസ് അഡൽട്ട്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് $6.50 $6.50 വെർത്താണ് എന്നെനിക്ക് തോന്നുന്നു. പിന്നെ സീനിയേഴ്സിന് $6, എബവ് 6 ആയിട്ടുള്ള കുട്ടികൾക്ക് $3, അണ്ടർ 6 ആയിട്ടുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇവിടെ വരാം, ഒരു ദിവസം എൻജോയ് ചെയ്യാം ഫാമിലിയായിട്ട്. കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഈ ട്രാം സർവീസ് 1911 സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇത് 1958 1958 ട്രാം സ്റ്റോപ്പ് ചെയ്യുകയുണ്ടായി. ഈ ഒരു സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ അവിടെ ഒരു പ്രായമായിട്ടുള്ളൊരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ നമ്മളുടെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ നമ്മുടെ കൗൺസിൽ ഓപ്ഷന് വെക്കുകയും ആൾക്കാർ അത് വാങ്ങിച്ചിട്ട്, അതായത് ഒരു ഇതാണല്ലോ, അതായത് ഇവിടുത്തെ ട്രാം സർവീസ്, അങ്ങനെ ഓപ്ഷനിൽ നിന്ന് വാങ്ങിച്ചിട്ട് അത് ചിലർ ഇങ്ങനെ വീടാക്കി, ചിലർ പാവപ്പെട്ടവരുടെ ഷെൽട്ടറാക്കി. അപ്പോൾ അങ്ങനെ കുറേ സർവീസുകൾ. പിന്നെ ചിലർ ക്ലിനിക്കാക്കി. പിന്നെ ചിലരിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാർട്ടിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള കുറേ പരിപാടികൾക്കൊക്കെ വേണ്ടിയിട്ട് അവർ അത് യൂസ് ചെയ്യുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ട്രാം ഇനി ഇവിടെ തിരിച്ചു വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാമിൻ്റെ ഒരു പോസിബിലിറ്റി വളരെ കുറവാണ്. പക്ഷേ ഇവിടെ ട്രെയിൻ സർവീസ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മേ ബി ഫ്യൂച്ചറിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാരണം ബാക്കിയുള്ള ഓസ്ട്രേലിയയുടെ മെയിൻ സിറ്റികളിലൊക്കെ ട്രെയിൻ സർവീസൊക്കെ ഭയങ്കര വിപുലമായിട്ടുണ്ട്. ഇവിടെ ഗുഡ്സ് ട്രെയിൻ മാത്രമേ ഉള്ളൂ ട്രെയിൻ സർവീസ് ആയിട്ടുള്ളൂ. അതും നമ്മളുടെ ഡവൺ പോർട്ടിൽ നിന്നും ഇങ്ങോട്ട്, അതായത് സ്പിരിറ്റ് ഓഫ് ടാസ്മാനിയയിൽ വരുന്ന സാധനങ്ങളുണ്ടല്ലോ, ആ സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഗുഡ്സ് ട്രെയിനാണ്. അതായത് നമ്മുടെ സിമെൻറ്റും ബാക്കിയുള്ള മെറ്റീരിയൽസൊക്കെ വരത്തില്ല. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇതുവരെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. സി യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ.